ഇദ്ദേഹം ഒരു ബംഗ്ലാദേശി മുസ്ലിം ആണെന്നതിൻ്റെ പേരിലാണ് ഇത്ര ക്രൂരമായ ആക്രമണത്തിന് വിധേയമാണ്. യഥാർത്ഥത്തിൽ അവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ ബംഗ്ലാദേശി ആണെന്നതിൻ്റെ പേരിൽ, മുസ്ലിം ആണെന്നതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മണ്ണിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് കേരള മണ്ണിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെയും മുസ്ലിം വെറുപ്പിൻ്റെയും ആഴവും പടർപ്പും കൂടിയാണ് ഈ സന്ദർഭം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ, ഇപ്പോൾ ഇതിന് മുന്നേ കണ്ട ഈ വീഡിയോ, നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് നടന്ന ഒരു ഇൻസിഡന്റ്, ഈ ഒരു ഇൻസിഡന്റിനെ രാഷ്ട്രീയവൽക്കരിച്ച് മതംവൽക്കരിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകർ എന്ന് പറയുന്ന ആൾക്കാർ നമുക്ക് നല്ല നല്ല ന്യൂസ് തരേണ്ടത്, അവരുടെ എന്താ പറയാ ജോലി ചെയ്യേണ്ട ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ മതം കൊണ്ട് കുത്തി നിറയ്ക്കണമെന്ന് നോക്കി നോക്ക്. എത്ര ചീപ്പായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിൽ നടന്ന വിഷയത്തിൽ, മതത്തിന്റെ പേരിൽ നടന്ന വിഷയത്തിൽ അതിന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിന് ബാലൻസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മീഡിയാസ് അവരുടെ പൊളിറ്റിക്സ് ആണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും തരം താഴ്ന്ന രീതിയിലാണ് അവർ ഈ കാര്യങ്ങൾ പഠിച്ചു വിടുന്നത്, ഈ ഹേറ്റഡ് ഈ സമൂഹത്തേക്ക് ഇറക്കി വിടുന്നതെന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പച്ചയ്ക്ക് വർഗീയത, ഹേറ്റഡ് സമൂഹത്തിലേക്ക് ഇറക്കി വിടുക, ഇത് ഇങ്ങനെയാണ് നടന്നത്, ഇത് മതത്തിന്റെ പേരിലാണ്, അവൻ മുസ്ലിം ആയതാണ് കൊന്നത്, അവൻ ഹിന്ദു ആയതാണ് കൊന്നത്, ഇങ്ങനെയൊക്കെ എന്തിനാണ് അറിയാത്ത കാര്യങ്ങൾ ഒന്നാമത്തത്, പിന്നെ ഇവർക്ക് വേണ്ടി വളച്ചൊടിക്കുന്നത് രണ്ടാമത്തത്. സി ഹൗ ദീസ് പീപ്പിൾ ആർ ഗോയിങ്. ഇവരൊക്കെ ശരിക്കും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ തെറി പറയേണ്ടി വരും. അത്രയും തരം താഴെ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. സോ ഇതൊക്കെ മനസ്സിലാക്കുക. ഇവർ തരുന്നത്, ഈ തുപ്പുന്നത് ആരെയും തമ്മിൽ എന്താ പറയാ സ്നേഹത്തിന്റെ ബന്ധങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കാനല്ല, തമ്മിൽ അടുപ്പിക്കാനാണ്. മനസ്സിലായില്ല? അവരുടെ വോട്ട് ബാങ്ക് നിറയ്ക്കാനാണ്. ഈ ഒരു ബോധം, ജസ്റ്റ് ഈ കോമൺ സെൻസ് ക്രിയേറ്റ് ചെയ്യുക ഈ കാണുന്ന ആൾക്കാർ. ഓക്കെ, ഈ മാതൃഭൂമിനെയും റിപ്പോർട്ടറിനെയും 24-നെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, ഏത് ചാനലിലും, ഞാൻ എൻ്റെ ചാനൽ എല്ലാ ചാനലും കണക്കാണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. അതൊന്ന് പറയാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. ബൈ.